നമുക്ക് 3 തരം കസ്റ്റമർ ഉണ്ട്. ഒന്ന് ഹോട്ട് കസ്റ്റമർ, 2 വാം കസ്റ്റമർ, 3 കോൾഡ് കസ്റ്റമർ. ഈ ഹോട്ട് കസ്റ്റമർ നമുക്ക് 3 തരത്തിൽ, പ്രധാനമായിട്ടും 3 തരത്തിൽ കൊണ്ടുവരാൻ കഴിയും. OTO, ഓൺ ടൈം ഓഫർ, അപ്സെല്ലിംഗ്, ക്രോസ് സെല്ലിംഗ്. ഇതിന് പുറമെ ഫോളോ അപ്പ് നമുക്ക് നിർബന്ധമായിട്ട് ഉണ്ടാകണം. പഴയ കസ്റ്റമറെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ചോദിക്കണം. നമുക്ക് അവരിൽ നിന്ന് റെഫറൻസ് ചോദിക്കാൻ നമുക്ക് കഴിയണം. വാം കസ്റ്റമറിനെയും കോൾഡ് കസ്റ്റമറെയും എങ്ങനെ നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരാം. അതായത് ഹോട്ട് കസ്റ്റമർ എന്ന് പറയാൻ നമ്മളെ കൂടെയുള്ള ആൾക്കാരാണ്. എന്നാൽ വാമും കോൾഡും നമ്മളെ കൂടെ ഇല്ലാത്ത ആൾക്കാരാണ്. വാമിന്റെ പ്രത്യേകത പരസ്പരം അറിയാം എന്നുള്ളതാണ്. കോൾഡ് അങ്ങനെയല്ല, നമ്മൾ അറിയില്ല, നമുക്കും അവരെ അത്ര അറിയില്ല. അവരിങ്ങനെ ഉണ്ടെന്ന് മാത്രം നമുക്കറിയാം. ഇവരെ എങ്ങനെ നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇതില് ഹോട്ട് കസ്റ്റമറെ നിലനിർത്തിയിട്ട് വേണം വാം ആൻഡ് കോൾഡ് ഏരിയയിലേക്ക് പോകാൻ. നിങ്ങളുടെ ബിസിനസ് ഇപ്പോ നഷ്ടത്തിൽ ഓടാതിരിക്കാൻ, മറ്റു ലാഭമൊന്നും കിട്ടില്ല, പക്ഷെ നഷ്ടത്തിൽ ഓടാതിരിക്കാൻ ഹോട്ട് കസ്റ്റമറെ നിലനിർത്തണം. നമ്മളെ വണ്ടിയിലെ 4 ടയറാണ് അവർ. സ്റ്റെപ്പിനിയാണ് വാം ആൻഡ് കോൾഡ്. പക്ഷെ സ്റ്റെപ്പിനിയും കൂടെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് അടുത്ത ലെവലിലേക്ക്, വൻ വിജയങ്ങളിലേക്ക് പോകാൻ വാമും കോൾഡും വേണം. നിങ്ങളുടെ ബിസിനസ് 100 കോടിയിലേക്ക് എത്തണം എങ്കിൽ വാമും, പ്രത്യേകിച്ച് കോൾഡ്, നിങ്ങൾ അറിയാത്ത കസ്റ്റമറുടെ അടുത്തേക്ക് നിങ്ങൾ പോകണം.